ാരണ്യം ആണ് ഭാഗവതത്തിൻ്റെ രചനാ പശ്ചാത്തലത്തിൽ ആദ്യത്തെ സ്ഥലമായി കാണിക്കുന്നത്. ഇവിടെ ഓരോ സ്ഥലത്തിനും ഓരോ കഥാപാത്രത്തിനും ഓരോരുത്തരുടെ പേരുകൾക്കുമൊക്കെ വളരെ പ്രത്യേകതകൾ ഭാഗവതത്തിലുണ്ട്. കാരണം സർവം കൃഷ്ണമയമാണെന്ത് ഭാഗവതം എന്ന് പറയുമ്പോൾ. അപ്പം അതുകൊണ്ട് തന്നെ ഭഗവാന്റെ സ്വരൂപമാകുന്നത് കൊണ്ട് അതിൻ്റെ ഓരോ ഭാഗത്തിനും അതിൻ്റേതായ പ്രത്യേകത ഉണ്ട്. ഭഗവാന്റെ അംശഭാഗം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ നൈമിഷാരണ്യത്തിലാണ് കലിയുഗത്തിൽ ദേവന്മാരും മഹായോഗിമാരും എല്ലാവരും ഒരുമിച്ച് കൂടി കലിയുഗം ആരംഭിക്കുകയാണ്. ഭഗവാന്റെ കാലം കഴിയുന്നതോടുകൂടിയാണ് ഏത് യുഗം? കലിയുഗം കടന്നു വരുന്നത് അല്ലേ? കൃഷ്ണൻ്റെ കാലം കഴിഞ്ഞാൽ കലിയുഗത്തിലേക്ക് പ്രവേശിച്ചു. ഈ കലിയുഗത്തിൽ ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ കലിയുടെ ബാധ ഏൽക്കാതിരിക്കാൻ എവിടെയാണോ എന്താണോ ചെയ്യേണ്ടത് എന്നൊരു ചോദ്യമായി ഒരു ബ്രഹ്മാവിനെ സമീപിച്ചിരുന്നു. കലിയുടെ ബാധ എവിടെയാണ് ഏൽക്കുന്നത്? കലി വന്ന് ബാധിക്കുന്നത് എവിടെയാ? നമ്മളൊക്കെ പറയും ഇത് കലിയുഗമാണെന്ന് പറയാറില്ലേ? ഈ കലി എവിടെയാ വന്ന് ബാധിക്കുന്നത്? വീട്ടിലാണോ നാട്ടിലാണോ? എവിടെയാ കലി ബാധിക്കുന്നത്? എവിടെയാണ്? മനസ്സുകളിലാണ്. നമ്മുടെയൊക്കെ മനസ്സുകളാണ് കലി അതിൻ്റെ ഇരിപ്പിട സ്ഥാനം. മനസ്സ് ദുഷിക്കുന്നതാണ് കലിയുഗം. മനസ്സിലായില്ലേ? കലി ബാധിക്കുക എന്ന് വെച്ചാൽ മനുഷ്യ മനസ്സുകൾ ദുഷിക്കുന്നത് തന്നെയാണ് കലിബാധ എന്ന് പറയുന്നത്. അപ്പം മനസ്സ് ദുഷിക്കാതിരിക്കാൻ അതിനെവിടെയാണ് അനുയോജ്യമായി എന്താണ് ചെയ്യേണ്ടത്? അപ്പോഴാണ് പറഞ്ഞത് ഈശ്വര ഭഗവത് കഥാകഥനം അല്ലെങ്കിൽ ഭഗവത് സ്മരണ ഉളവാകുന്ന ചിന്തയിൽ രമിക്കുക. കാരണം ഭഗവത് ചിന്ത ഉള്ളിടത്ത് എന്തുണ്ടാവില്ല? മനസ്സ് ദുഷിക്കാറില്ല. പകരം മനസ്സ് എന്താവും? ഉള്ള ദുഷിക്കലും കൂടി മാറി മനസ്സ് ശുദ്ധമായി തീരും. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനമാണ് നടത്തേണ്ടത് പറഞ്ഞു. ഇതിന് പറ്റുന്ന ഒരു സ്ഥലം. എന്തിനാണ് ഇതിന് പറ്റുന്ന ഒരു സ്ഥലം എന്ന് ചോദിച്ചത്? കാരണം നമ്മളെ മനസ്സിനെ ഏകാഗ്രമാക്കാൻ സാധിക്കുന്ന സ്ഥലം. ഏകാഗ്രമല്ല എങ്കിൽ എന്ത് സംഭവിക്കും? ഇപ്പം നമ്മളിപ്പോൾ യജ്ഞം നടക്കുന്നു, യജ്ഞശാലയിൽ വന്നിരിക്കുകയാണ്. നമ്മളിവിടെ ഇരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മനസ്സ് വേറെ പല കാര്യങ്ങളിലാണെങ്കിൽ ഇവിടെ പറയുന്ന എന്തെങ്കിലും കാര്യം നമുക്ക് ഹൃദയസ്ഥമാവോ? നമ്മളിവിടെ ഇരിക്കുമ്പോൾ തന്നെ ഇവിടേക്ക് വരുന്നവരുടെ ഓരോരുത്തരുടെ മുഖം നോക്കാനും അവരെ കുറിച്ച് ചിന്തിക്കാനും നമ്മുടെ മനസ്സ് അവരുടെ പുറകിൽ പോയാൽ നമുക്ക് ഈ യജ്ഞം കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇവിടെ ഇരുന്ന സമയം വെറുതെ പാഴായി എന്ന് മാത്രമേ ആവുള്ളൂ. മനസ്സിലായില്ലേ? ചില ആൾക്കാർ അങ്ങനെയാണ്. യജ്ഞശാലയിൽ ഇരുന്ന് കഴിഞ്ഞാൽ വരുന്നവരെ പോകുന്നവരെയൊക്കെ നോക്കും. ഈ വരുന്നവരെ പോകുന്നവരെ നോക്കുന്നത് അത്ര കുഴപ്പമല്ല. ഈ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനൊരു പ്രത്യേകതയുണ്ട്. മനസ്സ് അവരുമായി ബന്ധപ്പെട്ട വിഷയത്തിന് പുറകിൽ പോവില്ലേ? നമ്മളെ കൂടെ വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചിരുന്ന ഒരു സുഹൃത്തിനെ നമ്മൾ വളരെ കാലത്തിന് ശേഷം കണ്ടു എന്ന് വെക്കുക. നിങ്ങൾ കണ്ടപ്പോൾ നോക്കി, പിന്നെ നിങ്ങൾ പഠിച്ച സ്കൂൾ വരെ നിങ്ങൾ പോയിട്ട് വരും. മനസ്സിലായില്ലേ? നിങ്ങൾ ഏതെങ്കിലും ഒരു ബന്ധുവിനെ കണ്ടു, ആ ബന്ധു നിങ്ങൾക്ക് അരുതാത്തതായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ നിങ്ങൾ പോകും. അപ്പോൾ ഒരു കാരണമില്ല നല്ല മനസ്സോടെ ഇരിക്കേണ്ട സ്ഥലത്ത് ശത്രുതാഭാവം മനസ്സിലേക്ക് വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ മനസ്സ് വളരെ അപകടം പിടിച്ചൊരു സാധനമാണ്. അപ്പോൾ അതിനെ നിയന്ത്രിച്ച് നിർത്തുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ്. ലോകത്ത് നമ്മളെല്ലാവരെയും നിയന്ത്രിക്കാൻ നമ്മൾ പോകും. പക്ഷെ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കാറുണ്ടോ? ഉണ്ടോ? അതാണ് ഏറ്റവും പ്രയാസം. ലോകത്തെ ജയിക്കാൻ വരെ എളുപ്പമാണ്, പക്ഷെ അവനവൻ്റെ മനസ്സിനെ ജയിക്കാൻ പ്രയാസമാണ്. സ്വാമി വിവേകാനന്ദൻ മനുഷ്യ മനസ്സുകളെക്കുറിച്ച് പറയുന്ന ഒരു തത്വമുണ്ട്. അത് തുടക്കത്തിൽ തന്നെ ചിന്തിക്കുന്നത് നല്ലതാണ്. വിവേകാനന്ദ സ്വാമികൾ പറയും, സദാ വികൃതിയായ ഒരു കുട്ടിക്കുരങ്ങൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? വികൃതി കാട്ടുന്നതാണ് അല്ലേ? ഇത് സദാ വികൃതിയായ കുട്ടിക്കുരങ്ങൻ എന്താ ഒരു വിശേഷണം കൂടിയാണ്. നമ്മുടെ വീട്ടിലെ ചില കുട്ടികളെ കുറിച്ച് ചില രക്ഷകർത്താക്കൾ പറഞ്ഞില്ലേ, മഹാകുരുത്തം കെട്ടവനാണെന്നേ. എന്താ കാരണം? സാധാരണ കുട്ടികൾക്കുള്ളതിനേക്കാൾ കുറച്ച് കൂടുതൽ കുരുത്തക്കേട് ഉണ്ടാവും അല്ലേ എന്ന് പറയുന്നത് പോലെ സദാ വികൃതിയായ ഒരു കുട്ടിക്കുരങ്ങൻ. ഇങ്ങനെയുള്ളൊരു കുട്ടിക്കുരങ്ങൻ അല്പം മദ്യം കൂടി കഴിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും? വികൃതി ഒന്നുമില്ലാത്ത കോട്ടും ടൈയൊക്കെ കെട്ടി രാവിലെ വീട്ടിൽ നിന്ന് പോകുന്ന മാന്യന്മാർ വെള്ളം അടിച്ചിട്ടാണ് വരുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഏതൊക്കെ അവസ്ഥയിലാണ്? ഇല്ലാത്ത ഊടുവഴിയൊക്കെ അല്ലേ?
ഭരതനാട്യം കുച്ചിപ്പുടി വരെ കളിച്ചിട്ടില്ലാത്തവർ വൈകുന്നേരം ആകുമ്പോൾ തനിയെ ഇതൊക്കെ കളിക്കുന്ന സാധനം അടിച്ചു കഴിഞ്ഞാൽ കളിക്കാറുമുണ്ട്. അപ്പോൾ ഇവിടെ കുരങ്ങൻ, ഈ വികൃതിയായ കുട്ടി കുരങ്ങനിൽ അടിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും? സങ്കല്പിക്കാൻ പറ്റുമോ? കുറച്ചുകൂടി അപകടം പിടിച്ചതായി. ഇങ്ങനെയൊരു കുട്ടിക്കുരങ്ങൻ്റെ ദേഹത്ത് ഒരു കുട്ടിച്ചാത്തനും കൂടെ കയറിയാലോ എന്തായിരിക്കും? നമുക്ക് ആർക്കെങ്കിലും മനസ്സുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ ചിത്രീകരിക്കാൻ പറ്റുമോ? എങ്ങനെ, എപ്പോൾ, എന്തൊക്കെ കാട്ടിക്കൂട്ടും നമുക്കറിയാം. ഇതാണ് നിയന്ത്രണമില്ലാത്ത മനസ്സിൻ്റെ സ്വരൂപം. മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള മനസ്സിനെയാണ് ആദ്യം ചെയ്യണം, ഈ കുട്ടിച്ചാത്തിനെ ഇറക്കി വിടണം. കുട്ടിച്ചാത്തൻ്റെ വിചാരങ്ങളാകുന്ന കുട്ടിച്ചാത്തിനെ ഇറക്കി വിടണം. അത് കഴിഞ്ഞാൽ പിന്നെ ഈ മദ്യം എന്ന് പറയുന്നത് ഈ ആക്ടിവിറ്റീസാണ്, നെഗറ്റീവ് ആക്ടിവിറ്റീസിന് ഉടമസ്ഥരാകുന്ന, അതിനെ ഇറക്കി വിടണം. അത് കഴിഞ്ഞിട്ട് ഈ വികൃതികളെയൊക്കെ ഇല്ലാതാക്കി, ദുശീലങ്ങളെ, ദുർവാസനകളെ ഇല്ലാതാക്കി നിയന്ത്രിക്കപ്പെടണം. ഈ അവസ്ഥയിലേക്ക് മനസ്സിനെ എത്തിക്കുക വളരെ പ്രയാസമാണ്. അവിടെയാണ് മഹർഷിമാർ പറയുന്നത്, മനുഷ്യ മനസ്സിനെ ബാധിക്കുന്ന കലിബാധ ഏൽക്കാതിരിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവിടെയാണ് ബ്രഹ്മാവ് പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യണം? ഭഗവത് കഥാകഥനം ശ്രവിക്കാൻ പറയും. എവിടെ വെച്ച്? അപ്പോൾ അതിനൊരു സ്ഥലം വേണമല്ലോ, ഉചിതമായൊരു സ്ഥലം വേണം. അപ്പോൾ ബ്രഹ്മാവ് ഒരു ചക്രം കൊടുത്തു. ഈ ചക്രം കൊടുത്തിട്ട് പറഞ്ഞു, ഈ ചക്രം ഇങ്ങനെ ഭൂമിയിലേക്ക് ഉരുട്ടിക്കോളാൻ പറഞ്ഞു. ഇത് ഉരുണ്ട് പോകുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ പുറകിൽ സഞ്ചരിക്കുക. ആ സഞ്ചരിച്ച് ഏത് സ്ഥലത്ത് വെച്ചാണോ ഈ ചക്രം അത് പരിപൂർണമായി നിശ്ചലമായി ഭൂമിയിൽ പതിക്കുന്നത്, ആ സ്ഥലത്ത് നിങ്ങൾ ജ്ഞാനത്തിൻ്റെ ചർച്ചകൾ നടത്താൻ പറഞ്ഞു. അവിടെയാണ് നിങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്ന് ഈ അറിവ് പങ്കിടേണ്ടതെന്ന് പറഞ്ഞു. ഈ ചക്രം ഇങ്ങനെ സഞ്ചരിച്ചു. ഈ ചക്രം ഇങ്ങനെ വളരെ ദൂരത്തിൽ സഞ്ചരിച്ചിട്ട് ഒടുവിൽ ആ ചക്രം തകർന്ന് തരിപ്പണമായി നിശ്ചലം പതിച്ചു. ആ സ്ഥലത്തിൻ്റെ പേരാണ് നൈമിഷാരണ്യം. മനസ്സിലായില്ലേ? ബ്രഹ്മാവ് കാട്ടിക്കൊടുത്തൊരു സ്ഥലമാണ്. ഇപ്പോഴും നിങ്ങൾ തീർത്ഥാടനത്തിനൊക്കെ പോയാൽ കാണാവുന്നൊരു സ്ഥലമാണ്. ഉത്തർപ്രദേശിലാണ്. വളരെയധികം നിബിഡമായിട്ടുള്ളൊരു വനം പോലെ തോന്നുന്നൊരു വളരെ പ്രശാന്തമായൊരു സ്ഥലമാണ്. അവിടെയാണ് നമ്മുടെ ഈ പുരാണങ്ങളെല്ലാം, ദേവീ ഭാഗവതമാണെങ്കിലും ഭാഗവതമാണെങ്കിലും ശിവപുരാണമാണെങ്കിലും എല്ലാ പുരാണങ്ങളും കലിയുഗത്തിൻ്റെ ആരംഭത്തിൽ ചർച്ച ചെയ്യപ്പെട്ട സ്ഥലമാണ് നൈമിഷാരണ്യം. അത്രയും പ്രാധാന്യമുള്ള ജ്ഞാനസങ്കേതമാണ് നൈമിഷാരണ്യം. ഇവിടെ എന്താണ് ഈ ചക്രത്തിൻ്റെ പ്രത്യേകത? ഇവിടെ ചക്രം നമ്മുടെയൊക്കെ മനസ്സിൻ്റെ പ്രതീകമാണ്, അല്ലേ? മനസ്സെപ്പോഴും എന്ത് ചെയ്യും? ഒരു വിഷയത്തിൽ നിന്ന് അടുത്ത വിഷയത്തിലേക്ക് ഉരുണ്ടുകൊണ്ടേയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? എപ്പോഴാണോ മനസ്സ് ഈ യാത്ര അവസാനിപ്പിച്ച് ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്വസ്ഥമാകുന്നത്, ആ സമയത്ത് മാത്രമേ യഥാർത്ഥത്തിൽ നമുക്ക് അറിവിനെ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ മനസ്സിനെ എന്ത് ചെയ്യണം? ഏകാഗ്രമാക്കി വേണം. എന്നല്ല നമ്മൾ പറഞ്ഞു, ശ്രദ്ധയോടെ, അല്ലേ? ശ്രദ്ധയോടെ വേണം നമ്മൾ ഈശ്വരീയമായ കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന് ഗുണം ചെയ്യുന്ന, ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് സഹായിക്കുന്ന ഏത് തരത്തിലുള്ള അറിവാണെങ്കിലും തൊഴിലാണെങ്കിലും അത് അനുഷ്ഠിക്കുന്ന സമയത്തൊക്കെ എന്തു വേണം? അത് പൂർണ്ണമായും വിജയിക്കണമെങ്കിൽ എന്ത് വേണം? ശ്രദ്ധയുണ്ടാവണം. വേണോ വേണ്ടയോ? വേണം. ഇവിടെ നമ്മൾ സാധാരണഗതിയിൽ പഠിക്കുന്ന കുട്ടികളോട് പറയും ശ്രദ്ധ വേണം ജീവിതത്തിൽ എന്നൊക്കെ പറയും, അല്ലേ? ആ ശ്രദ്ധ എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ബോധത്തെ കൊടുത്ത് താല്പര്യം കൊടുക്കലാണ് അതിന് ശ്രദ്ധ എന്ന് പറയുന്നത്. നമ്മൾ പഠിക്കുന്ന കുട്ടികളോട് ശ്രദ്ധിച്ച് പഠിക്കാൻ പറ്റുന്ന താല്പര്യത്തോടെ പഠിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ്. പക്ഷേ ഇവിടെ ആധ്യാത്മിക തലത്തിൽ ശ്രദ്ധ എന്ന് പറയുമ്പോൾ ഒരു പടി കൂടി അതിന് അർത്ഥമുണ്ട്. ഭഗവാനിൽ നിന്ന് വിട്ടുമാറാത്ത ബോധം. മനസ്സിലായില്ലേ? ഈശ്വരനിൽ നിന്ന് വിട്ടുമാറാത്ത ബോധത്തോടു കൂടി വേണം എന്ത് വേണ്ടത്? ഈശ്വരീയ കാര്യങ്ങളെ ശ്രവിക്കാൻ. അപ്പോൾ ഈശ്വര ചിന്തയാണ്. ഭാഗവതം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരേ ഒരു ചിന്തയുണ്ടാവും, ഭഗവാന്റെ സ്വരൂപം. മനസ്സിലായില്ലേ? ഭഗവാന്റെ രൂപത്തെ സങ്കല്പിച്ച് ആ ഭഗവാന്റെ രൂപത്തെ അനുഭവിച്ചുകൊണ്ട് ഭാഗവതം കേട്ടാൽ ആ ഭാഗവതം നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കും. അപ്പോൾ അതാണ് ഭാഗവതത്തിൽ വേണ്ട ശ്രദ്ധ. അതിനാണ് നൈമിഷാരണ്യം എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിരുന്നു ഭാഗവതം കേട്ടത്. ഇവിടെ അനവധി മഹർഷിമാർ വന്നിരുന്നു. ആ മഹർഷിമാരൊക്കെ ശൗനകാദി മഹർഷിമാരാണ്. ഇവരെല്ലാവരും വന്നിരുന്ന സമയത്ത് ആ സ്ഥലത്തേക്ക് സൂതൻ എന്ന് പറയുന്ന പൗരാണികൻ കടന്നു വരികയാണ്. ഈ സൂതൻ വ്യാസൻ്റെ ശിഷ്യനാണ്, വ്യാസഭഗവാന്റെ ശിഷ്യനാണ്. വ്യാസൻ തൻ്റെ മകനായ ശ്രീശുകന് ഭാഗവതം ഉപദേശിച്ച സമയത്ത് അദ്ദേഹം ഈ ശിഷ്യനെ കൂടി ഉപദേശിച്ചിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഈ രണ്ടുപേരിലേക്കാണ് വ്യാസൻ ഭാഗവതത്തെ
പകർന്നു കൊടുത്തത്. ആ സൂത പൗരാണികൻ കടന്നു വന്നു. സൂതൻ കടന്നു വന്നതോടുകൂടി മഹർഷിമാർ എഴുന്നേറ്റ് എന്ത് ചെയ്തു? നമസ്കരിച്ചു. കാരണം തങ്ങൾക്ക് അറിവ് തരാൻ പര്യാപ്തമായ ജ്ഞാനിയായ ഗുരുനാഥനായിട്ടാണ് ആരെ കാണുന്നത്? സൂതനെ കാണുന്നത്. അതുകൊണ്ട് ഗുരുവിനെ എന്ത് ചെയ്യണം? വന്ദിക്കുക എന്ന സംസ്കാരത്തിൽ എഴുന്നേറ്റ് വന്ദിച്ചു. അങ്ങനെ ഗുരുനാഥനായി വന്ദിച്ചതിന് ശേഷം അദ്ദേഹത്തോട് ചോദിച്ചു, അല്ലയോ സൂത പൗരാണിക, അങ്ങ് വന്നത് വളരെ ഉചിതമായ സമയത്താണ്. ഞങ്ങൾ ഭഗവത് തത്വത്തെക്കുറിച്ച് കേൾക്കുവാൻ അത്യന്തം ആകാംക്ഷയോടുകൂടി ഇരിക്കുന്ന വേളയിലാണ് ആര് വരുന്നത്? അങ്ങ് വരുന്നത്. അതുകൊണ്ട് ഞങ്ങളോട് കാരുണ്യമുണ്ടായി, ഞങ്ങളോടുള്ള കാരുണ്യം ഉണ്ടായി അങ്ങ് ഭഗവത് തത്വത്തെ ഉപദേശിച്ചാലും അവിടെ പരീക്ഷത്ത് എന്ന് പറയുന്ന രാജാവിന് വേണ്ടിയിട്ട് ശ്രീശുകൻ എന്ന് പറയുന്ന അങ്ങയുടെ ഒപ്പം ഭാഗവതത്തെ ശ്രവിച്ച വ്യാസപുത്രനായ ശ്രീശുകൻ ഭാഗവതത്തെ പറഞ്ഞു കൊടുത്തു എന്ന് ഞങ്ങൾ കേട്ടു. ആ ഭാഗവത ജ്ഞാനം ഞങ്ങൾക്ക് കൂടി അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടി വേണ്ടി ആ ഭാഗവതത്തെ ഉപദേശിച്ചാലും എന്ന് പറഞ്ഞു. ആ ഭാഗവത ജ്ഞാനത്തെ പകർന്നാലും എന്ന് പറഞ്ഞ് നമസ്കരിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്